ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഒരു വീഡിയോ നോമ്പിന് തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു 2-3 വീഡിയോ റമദാനിൽ എടുത്തത് ഇടാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെലച്ചക്കുള്ള ഫുഡൊന്നും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്ന് കരുതി. കാരണം ഇങ്ങനെ പുറത്തു പോകാനുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങോട്ട് ഒരുങ്ങി കഴിയുമ്പോഴത്തിന് ഉച്ച നേരം ആയിട്ടുണ്ടാവും പുറത്തു പോകാൻ നിൽക്കുമ്പോൾ. പിന്നെ ആ വെയിലും കൊണ്ട് നോമ്പ് നോറ്റ് പോണ്ടേന്നൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് അങ്ങനെ രാവിലെ പോകാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ടും ഇപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യാനാണ് കേട്ടോ ഉള്ളത്. പോളറോയിഡ്സും അങ്ങനെ കുറച്ചൊക്കെ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഈ പ്രിൻ്റ് ചെയ്ത് വെച്ചതുണ്ടല്ലോ സൈഡിൽ, അതൊക്കെ സെറ്റ് ചെയ്യാനും ഉണ്ട്. ഈ ക്യാൻ വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ തുറക്കണ നേരത്ത് ഭയങ്കര ലാഗ് ആയിക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഇവിടുത്തെ നെറ്റിൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി തുറക്കുമ്പോൾ അത് കിട്ടുകയില്ല. അപ്പോൾ ഒരു ഷീറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് കൺഫേം ആയിട്ടുള്ള വർക്ക് ബുക്കിൽ എഴുതാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യൽ. പിന്നെ എപ്പോഴാണോ ഫ്രീ ആവണേ അപ്പം അങ്ങനെ എഴുതി കൊടുക്കും. കാരണം എപ്പോഴും ഇപ്പോൾ ഇൻസ്റ്റയിലാണല്ലോ കൺഫർമേഷൻ വരിക. അപ്പോൾ കൺഫേം ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബുക്കും പെന്നും എടുത്ത് എപ്പോഴും എഴുതാൻ പറ്റണമെന്ന് വരില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണിയിലേക്കാരം അല്ലെങ്കിൽ പുറത്ത് അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ ഗാലറിയിൽ നിന്ന് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ബുക്കിലെടുത്ത് എഴുതുക ചെയ്യാം. കസ്റ്റമറിൻ്റെ ഇൻസ്റ്റ ഐ ഡിയും പിന്നെ എന്ത് പ്രോഡക്റ്റിനാണ് ഓർഡർ തന്നിട്ടുള്ളതെന്നും പിന്നെ ഡേറ്റും കിട്ടേണ്ട ഡേറ്റും ആണ് കേട്ടോ എഴുതാറുള്ളത്. അപ്പോൾ ഈ ഒരു പേര് വെച്ചിട്ടാണ് പിന്നെ ഞാൻ വാട്സപ്പിൽ ഓരോ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഏതാ കസ്റ്റമർ എന്നുള്ളത്. പിന്നെ ഹാംബേഴ്സിൻ്റെ ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തു, അതായത് അതൊക്കെ എഴുതി വെക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ബിഗിനേഴ്സിനൊക്കെ വേണമെങ്കിൽ എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യാൻ കാരണം ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ എൻ്റെ എഡിറ്റിങ് പകുതിയായിട്ടോ. 6:15 ആയപ്പോത്തിന് അങ്ങനെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഒരുവിധം ലൈറ്റ് റൂമിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും കേട്ടോ. കാരണം എനിക്കങ്ങനെ റൂമത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇട്ടിട്ട് കുറേ നേരം ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ലൈറ്റ് കുറച്ച് വന്നപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൺലൈറ്റ് കുറച്ച് വന്നപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7:15 ആയപ്പോഴാണ് ഇതിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്കാണ് വന്നിട്ടുള്ളത്. പെലച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മാനോട് ഞാൻ കഴുകാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നും ചെയ്ത്. അപ്പോൾ അതൊന്ന് കഴുകി വെക്കാനുണ്ട്. പിന്നെ ഈ നേരത്തെ നോമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ആരും എണീറ്റിട്ടുണ്ടാവില്ല കേട്ടോ. കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. എനിക്കാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ പണിയെടുക്കണതിനെക്കാട്ടിലും ഇഷ്ടം ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ പണിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഏതോ ഒരു റീലിൽ കണ്ട് നമ്മൾ എന്തോ പണിയെടുക്കാൻ വേണ്ടി വിചാരിച്ച് പോയിട്ട് നമ്മളിപ്പം അടിച്ചു വരാൻ വേണ്ടി വിചാരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പോണ സമയത്ത് നമ്മളോട് ആരെങ്കിലും അടിച്ചു വരട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മൂടേ പോവില്ലേ. അതുതന്നെയാണ് അധികം ആൾക്കാർക്കും അത് തന്നെയാണ് അവസ്ഥ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് പറയണതും പഠിപ്പിക്കണമൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. അതിൻ്റെ അടുക്ക് അങ്ങനെ ആക്ക് ഇങ്ങനെ ആക്കൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ ആ പ്രശ്നമല്ലല്ലോ. നമ്മൾ എടുക്കണ പണി വൃത്തിക്ക് നമുക്ക് സമയമെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റേത് ഇമ്മിയും അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് ബബ്ബ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണല്ലോ. സംഭവം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കാര്യം പറയണത്. എന്നാലും കേൾക്കുമ്പോൾ ഒരു ഇതാണല്ലോ, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കല്ലേ ഈ കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. അതോ എനിക്ക് മാത്രമാണോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് റൂമിൽ വന്ന് അപ്പോഴത്തേന് റൂമൊക്കെ അത്യാവശ്യം സൺലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്യാണ്. ഹാംബേഴ്സിൻ്റെ വർക്കും അതൊക്കെ തന്നെയാണ് കേട്ടുള്ളത്. അപ്പോൾ ആദ്യം പ്രിൻ്റ് ചെയ്തതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് ഫോട്ടോസ് അങ്ങനെ റിവീൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്നും താഴെ നിന്നൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യണത്. ഈ ഒരു പർപ്പിൾ കളറിൽ വലിയ ലോങ് ടെക്സ്റ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, അതൊരു പേഴ്സണലൈസ്ഡ് ലെറ്ററാണ്, ഹാമ്പറിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുക. അത് അല്ലാണ്ട് ഇത്രയും നീളമുള്ള ലെറ്റർ വെക്കാൻ പറ്റിയ ഹാമ്പറൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെക്കലുള്ളത്. അങ്ങനെ ഒരു റിംഗ് ആൽബത്തിനുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്
ആദ്യം ഞാൻ നമ്മുടെ മറ്റേ ഐലറ്റ് പഞ്ച് യൂസ് ചെയ്തൊരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അതങ്ങോട്ട് ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നോർമൽ ഹോൾ ഇട്ടിട്ട് അങ്ങനെയാണ് റിങ് ഇട്ട് കൊടുത്തത്. ഇതപ്പോൾ ഒരു ഹാമ്പറിൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ 500 രൂപേൻ്റെ കോംബോ ഉണ്ടല്ലോ, ഫ്രെയിമും ചോക്ലേറ്റും റിംഗ് ആൽബും വരണേ, അതിക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഹാമ്പറാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറും നല്ല ഒരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ബോക്സ് കാണാൻ. അപ്പോൾ ഞാൻ തെർമാക്കോളൊക്കെ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുള്ളൂ. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞ് പാക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. കാരണം ഇപ്പം തന്നെ ടാപ്പൊക്കെ വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ രണ്ടാമത് പറിക്കേണ്ടി വരും. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു നമ്മുടെ 250 കോംബോ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിൽ മിനി ഫ്രെയിം എന്ന് പറയുമ്പോൾ 3x3 ഫ്രെയിമും പോളറോയിഡ്സും ചോക്ലേറ്റ്സും ആണുള്ളത്. അതും അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതാ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കാട്ടോ ചെയ്യണത്. അങ്ങനെ അവിടുത്തെ പണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഹാമ്പർ ഒക്കെ പാക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് പൊരിക്കാമല്ലോ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് മസാലയൊക്കെ തേച്ച് വെക്കണുണ്ട്. കുളിക്കുന്നതിൻ്റെ മുന്നേ ആകുമ്പോൾ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞോളൂ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യണ രീതിയിൽ ചിക്കൻ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ അത് മാത്രം എടുത്ത് കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് എന്തൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരക്കണ സമയത്ത് ഭയങ്കര പേസ്റ്റായിട്ട് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊരിക്കണേക്കൊക്കെ ആണെങ്കിൽ നല്ലോണം ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കലുള്ളത്. അതേപോലെ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള മസാല പൗഡേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ അവിടെ കൊടുക്കാം. പിന്നെ ചിക്കനും കൂടെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേഗം ബാക്കി പണി കൂടെ തീർത്ത് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ എത്ര രാവിലെ ഇറങ്ങണമെന്ന് കരുതിയാലും എനിക്ക് രാവിലെ എന്ന് പറയുന്നത് ഈ ഒരു ഉച്ച നേരമാണ്. കാരണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് ഈ ഒരു സമയം ആയിട്ടുണ്ടാവും. പിന്നെ എന്തായാലും കുറച്ച് നടന്നപ്പോൾ ഇതിന് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓട്ടോയിൽ കയറിയിട്ട് ഫസ്റ്റ് തന്നെ കൊറിയർ ഓഫീസിലേക്കാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് കയ്യിലുണ്ടാകുമ്പോൾ അങ്ങനെ ഇതും പിടിച്ചിട്ട് വേണം ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ. അപ്പോൾ ആദ്യം ഇതുകൊണ്ട് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ. ഇതിപ്പോൾ ആ 2 ഹാമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ശ്രീഗോകുലം സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയർ ഓഫീസ് ത്രൂ ആണ് അയക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രെയിംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതിനാണ് വന്നിട്ടുള്ളത്. എനിക്കാണെങ്കിൽ അന്നൊരു A5 ഫ്രെയിം വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതും കയ്യിൽ കൊണ്ടേ കൊടുക്കുക ചെയ്യണത്. നമുക്ക് കുറച്ച് ഇവിടുന്ന് പോകാനുണ്ട്, ആനക്കയം അവിടെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടൊക്കെ വേണം കേട്ടോ പോകാൻ. കുറച്ച് പോകാനുണ്ട്, ഭയങ്കര ദൂരമല്ല എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതിനുള്ള ഫ്രെയിമൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ വേഗം പോയി പ്രിൻ്റ് ചെയ്തു. അവിടുന്ന് ഫ്രെയിം വാങ്ങിയ ഷോപ്പിൽ നിന്ന് തന്നെ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാണ് ചെയ്യണത്. ഞാൻ എല്ലാം വീഡിയോ എടുക്കണില്ല കേട്ടോ. കാരണം ഓൾറെഡി എനിക്കിങ്ങനെ ലേറ്റ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. നോമ്പല്ലേ, അപ്പോൾ വേഗം വീട്ടിലെത്തണം എന്നും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്യാണ് ചെയ്യണത്. ഇതിൻ്റെ ഒരു കസിൻ തന്നെ തന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഓളിങ്ങനെ ഇതൊക്കെ ചെയ്യണതാണ്. പക്ഷെ ഓൾ കുറച്ച് മഞ്ചേരിയിൽ നിന്ന് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്റ്റ് കയ്യിൽ കൊണ്ട് കൊടുക്കാൻ കഴിയൂലാന്ന് കരുതിയിട്ട് ഓൾ ഇന്നെ ഏൽപ്പിച്ചതാണ്. എനിക്കാകുമ്പോൾ ഓൾക്ക് വരേണ്ട അത്ര ദൂരം വരാനില്ല, കുറച്ച് എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു റാപ്പിംഗ് ഷീറ്റും കൂടെ എടുത്തിട്ട് അങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് 1-2 സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങോട്ടുള്ള ബസ് കാത്ത് നിൽക്കുന്നതിൻ്റെ അടിയിൽ തന്നെ കോഫി പൗഡറും ചായപ്പൊടിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ബാക്കിൽ. അപ്പോൾ അവിടെ പോയിട്ട് കോഫി വാങ്ങാം കേട്ടോ ചെയ്യണത്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ കുടിക്കലില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതിയായപ്പോൾ വാങ്ങിയതാണ്. അത് വാങ്ങി പൈസ കൊടുത്ത് തിരിഞ്ഞപ്പോൾ അതിന് ബസ്സും വരുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഓടി ബസ്സിൽ കയറി. അപ്പോൾ ആനക്കയം എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ആനക്കയം അല്ല കേട്ടോ, അതും കഴിഞ്ഞിട്ട് കുറച്ച് പോകാനുണ്ടായിരുന്നു. സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്കങ്ങനെ പരിചയമില്ലാത്ത, അതായത് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പോകാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ എവിടെ സ്റ്റോപ്പ് എന്നൊന്നും വലിയ ഐഡിയ അല്ലല്ലോ. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് എത്തുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് സ്റ്റോപ്പ് എത്തി. അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കറിയില്ലല്ലോ എവിടെയെന്നുള്ളത്. അപ്പോൾ
അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ഒരു കടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എവിടെയെന്നുള്ളത്. അപ്പോൾ അവിടെ 2-3 കട അപ്പുറത്ത് തന്നെയാണ്. അങ്ങനെ പിന്നെ അവിടെ നടന്ന് എത്തി കൊടുക്കാൻ നോക്കിയപ്പം അതായത് എന്നോട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അവിടെ ഇല്ല. അപ്പുറത്ത് വേറെ ഏതോ ഒരു കടയിലാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കസ്റ്റമറിനെ വിളിച്ച് ഓല് വേറെ ആൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഓരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്ര നേരമാണെങ്കിലും ഞാൻ നിൽക്കും, ഒരു പ്രശ്നമേ അല്ല. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നപ്പോഴത്തേന് അവൾ അവിടെ കൊടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്ത് തിരിച്ച് ബസ്സിൽ കയറി പോവാണ്. ഇങ്ങോട്ട് വന്നപ്പം തീരെ തിരക്കില്ല എന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കേനു കേട്ടോ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ പൈസ എടുക്കാനുള്ളൊരു ഗ്യാപ്പും കൂടെ അല്ല. കാരണം കയ്യിൽ കവറൊക്കെ അല്ലേ, അപ്പോൾ അത് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അല്ലേ ബാഗിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുള്ളൂ. അതിനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് എത്താനായപ്പോഴാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്നാക്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നോമ്പുറക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഇത് സമൂസയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുറേ ആയി കഴിച്ചിട്ട്. അപ്പോൾ സമൂസയും മുട്ട ബജിയൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ നേരെ തിരിച്ച് ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല ടയേർഡേനു. ഒന്നാമത് ആ വെയിലത്ത് പോയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.